ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ബോക്സ് ഗാഡർ ഒറ്റത്തൂണിലെ പാലട്ടോ. ഉറുങ്ങൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ULCCS ഫോർ their ഗുഡ് വർക്ക് ആൻഡ് their സക്സസ് സ്റ്റോറി. അങ്ങനെ ഒറ്റത്തൂണിലെ 6 വരി മേൽപ്പാലം ഗതാഗതത്തിന് തുറന്നു കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കാസർഗോഡ് റീച്ച്. സുഹൃത്തുക്കളെ നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് കാസർഗോഡാണ്. കാസർഗോഡ് ഫ്ലൈ ഓവറിന് മുകളിലാണ് ഇപ്പോൾ ഉള്ളത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒറ്റത്തൂണിൽ നിർമ്മിച്ച ബോക്സ് ഗാഡർ പാലം, അതായത് ഒറ്റത്തൂണിൽ ബോക്സ് ഗാഡറിൽ നിർമ്മിച്ച 6 വരി മേൽപ്പാലം ഗതാഗതത്തിന് തുറന്നു കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഭാരത്മാല പരിയോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കേരളത്തിലെ ഈ ഒരു ദേശീയപാത 66ന്റെ വികസന പ്രവർത്തനം, അതിൻ്റെ 1ാമത്തെ റീച്ച് ആരംഭിക്കുന്ന തലപ്പാടി ചെങ്കള റീച്ചിലെ മെയിൻ ഗാരേജിൻ്റെ പണികൾ എല്ലാ ഭാഗത്തും കഴിഞ്ഞ് ഗതാഗതത്തിന് തുറന്നു കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. സൈൻ ബോർഡ്, ലൈൻ മാർക്കിംഗ് പണികളാണ് ഇനി ബാക്കിയുള്ളത്. 40 കിലോമീറ്റർ നീളമുള്ള കേരളത്തിലെ ആദ്യത്തെ റീച്ചിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാസർഗോഡ് ജില്ലയിലെ ഒറ്റത്തൂണിലെ 6 വരി മേൽപ്പാലം. ഇന്ത്യയിലെ ആദ്യമെന്ന് കേൾക്കുമ്പോഴും അതേപോലെ ഇവിടെ പണി ചെയ്തിട്ടുള്ള കമ്പനി ഊരാളുങ്കൽ സൊസൈറ്റി എന്ന കമ്പനിയാണ്. അപ്പോൾ അതും പിന്നെ പ്രത്യേകിച്ച് കേരളത്തിലാണ് ഈ ഒരു പാലത്തിൻ്റെ പണി നടന്നിട്ടുള്ളത് എന്ന് കേൾക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഡൗട്ട് വന്നേക്കാം, ഇന്ത്യയിൽ ആദ്യം ഒന്ന് തള്ളാതെ പോടേ. സുഹൃത്തുക്കളെ, ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇത്രയും നീളത്തിൽ ബോക്സ് ഗാഡർ, ഓർക്കുക, ബോക്സ് ഗാഡർ ഉപയോഗിച്ച് ഒറ്റത്തൂണിൽ 6 വരി മേൽപ്പാലത്തിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുള്ളത്. ബോക്സ് ഗാഡർ ഉപയോഗിച്ച് പല സ്ഥലത്തും പണികൾ നടക്കുന്നുണ്ട്. ഒറ്റത്തൂണിൽ 6 വരി 27 മീറ്റർ വിടുത്തുള്ളൊരു റോഡ് കാസർഗോഡ് ജില്ലയിൽ ആദ്യമായിട്ടാണ് വന്നിട്ടുള്ളത്. അതും 1.16 കിലോമീറ്റർ നീളത്തിൽ. അപ്പോൾ ബാക്കിയുള്ള സ്ഥലത്തൊന്നും ഇതേപോലെ ഒറ്റത്തൂണിൽ 6 വരിപ്പാലം നിർമ്മിക്കുന്നില്ല എന്ന ചോദ്യം വന്നേക്കാം. സുഹൃത്തുക്കളെ, ഇതേപോലത്തെ ഒറ്റത്തൂണിൽ 6 വരിപ്പാലം നിർമ്മിക്കുമ്പോൾ അവിടെ സിഗ്മെൻ്റ് ആണ് ഉപയോഗിക്കുന്നത്. ബോക്സ് ഗാർഡിന് പകരം പ്രീകാസ്റ്റഡ് സിഗ്മെൻ്റ് ആണ് ഉപയോഗിക്കുന്നത്. അതിൽ വിങ്സ് ഒക്കെ വെച്ചിട്ടാണ് അതിൻ്റെ പണികൾ നടത്തുക. അതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞുതരാം. ഈ പാലത്തിൻ്റെ വീഡിയോ ആദ്യമായിട്ട് നമ്മൾ ചെയ്തപ്പോൾ അന്നൊരു കാര്യം പറഞ്ഞിരുന്നു, കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി ഇവരെ നേരിട്ട് അഭിനന്ദനം അറിയിക്കുമെന്ന്. അറിയിച്ചിട്ടുണ്ട്, കണ്ടോളി. ഇതാണ് പറഞ്ഞത്. All the respectable dignitaries and dear friends, first of all, I am giving my special best wishes, thanks to the Urungal Labour Contract Cooperative Society ULCCS for their good work and their success story. I am also working in cooperative, and today it is a great pleasure and pride for me. The success of this society is really one of the iconic development in the field of cooperative in the country. From my ministry, I am seriously thinking on giving some special incentives and support to you. Already I am discussing with my secretary. Presently in the law is not permitting me, but I am going to find out some way for that. അപ്പോൾ കേട്ടില്ലേ, നമ്മളെ വാക്ക് വെറുതെ ആകില്ല. കാരണം അന്ന് ഇവരെ പണി കണ്ടപ്പോൾ എനിക്ക് തോന്നിയിരിക്കണേ. കാരണം ദേശീയപാതയിലെ കാസർഗോഡ് തലപ്പാടി മുതൽ കഴക്കൂട്ടം വരെ RDSൻ്റെ റീച്ച് വരെയുള്ള കാഴ്ചകളും ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. കേരളത്തിൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന റീച്ചിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയും നല്ല വൃത്തിയുള്ള പണി ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയാണ്. നമ്മൾ പലപ്പോഴും ഒരുപാട് തവണ അത് പറഞ്ഞതാണ്. അപ്പോൾ ഇതിലൂടെ പോയ ആൾക്കാർക്കും നേരിട്ട് കണ്ട ആൾക്കാർക്കൊക്കെ ഇവരുടെ ക്വാളിറ്റി കാണാൻ പറ്റും. ഇന്ത്യയിലെ പല ഭാഗത്തും പണി ചെയ്യുന്ന വൻകിട കമ്പനികൾ ഇന്ന് കേരളത്തിൽ പണി ചെയ്യുന്നുണ്ട്. അവരെയൊക്കെ പിന്തള്ളി ഇവർ മെയിൻ കാരേജിൻ്റെ പണികളെല്ലാം തീർത്തിട്ടുണ്ട്. ഗതാഗതത്തിന് തുറന്നു കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അതായത് മലപ്പുറത്തെ റീച്ച് തുറന്നു കൊടുക്കുന്നതിന് മുമ്പ് മെയിൻ ഹൈവേയിലൂടെ തലപ്പാടി മുതൽ ചെങ്കള വരെ മെയിൻ കാരേജിലൂടെ നിങ്ങൾക്ക് സുഖമായിട്ട് വാഹനത്തിൽ ചീറിപ്പാഞ്ഞ് പോകാം. അതായത് 6 വരിപ്പാതയിലൂടെ നിങ്ങൾക്ക് സുഖമായിട്ട് അങ്ങോട്ട് പോകാമെന്ന്. ഉപ്പള പാലത്തിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗഡ്കരിജി ഇവരെ പ്രശംസിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഇന്ത്യയിലെ വൻകിട കമ്പനികളൊക്കെ കേരളത്തിൽ പണി ചെയ്യുന്നുണ്ട്. അവരെയൊക്കെ പിന്തള്ളിയിട്ടാണ് ആദ്യമായിട്ട് ദേശീയപാതയുടെ പണി ഏറ്റെടുത്തത്. ഇത്രയും വലിയൊരു വർക്ക് ആദ്യമായിട്ടാണ് കമ്പനി ഏറ്റെടുക്കുന്നത്. അത് നല്ല ക്വാളിറ്റിയിലും നല്ല വൃത്തിയിലും നല്ല അടിപൊളിയായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നേരിട്ട് അഭിനന്ദനം അറിയിച്ചതും. കഴിഞ്ഞ മാർച്ചിൽ 100 വർഷം തികഞ്ഞു ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി എന്ന സ്ഥാപനം രൂപീകരിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ വാർഷികത്തിനോടനുബന്ധിച്ചിട്ട് ഗഡ്കരിജി പറഞ്ഞ വാക്കുകളാണ് ഞാനിതിൻ്റെ കൂടെ ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ ഒരു മേൽപ്പാലൊക്കെ കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും മെയിൻ കാരേജിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. നായ്മർമൂല അതേപോലെ ഉപ്പള ഭാഗത്തൊക്കെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഉപ്പള ഫ്ലൈ ഓവറിൻ്റെ മുകളിലും BC ചെയ്യുന്ന പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ ലൈൻ മാർക്കിങ് കഴിഞ്ഞിട്ട് കേട്ടോ. അത്യാവശ്യം നല്ലൊരു
ഡേഞ്ചർ ആയിട്ടുള്ളൊരു കർവ് തന്നെയാണ്. ഡിസൈൻ സ്പീഡ് 100 ആണെന്നുണ്ടെങ്കിലും ഇവിടെ നിന്നൊക്കെ മാക്സിമം 80-70 ഇതിലൊക്കെ പോകാൻ നോക്കുക. പണിയിൽ എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഇവർ സർവീസ് റോഡിലൂടെ യാത്ര ചെയ്താൽ മതി. സർവീസ് റോഡിൻ്റെ ആ ഒരു ക്വാളിറ്റി, ഡ്രെയിനേജും സർവീസ് റോഡും തമ്മിൽ ആ ഒരു കടകുമണി വ്യത്യാസം പോലും ഇല്ലാത്ത, അതായത് വാട്ടർ ലെവൽ കണക്കാക്കിയിട്ടാണ് ഇവർ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇതിലൂടെ പോയ ആൾക്കാർക്ക് അറിയാൻ പറ്റും. നമ്മൾ കുറേ പറയേണ്ട ആവശ്യമില്ല. ഇതിലൂടെ പോയ ആൾക്കാർക്കും ഇവരുടെ പണി നേരിട്ട് കണ്ട ആൾക്കാർക്കും അറിയാൻ പറ്റും. പിന്നെ ഫുട്പാത്തിൻ്റെ പണി ആദ്യമായിട്ട് കഴിഞ്ഞതും ഈ ഒരു റീച്ചിലോട്ടോ. വിദ്യാനഗർ എന്ന സ്ഥലത്താണ് ഇപ്പം നമ്മളുള്ളത്. വിദ്യാനഗറൊക്കെ കുറച്ച് മുമ്പ് പണികൾ ബാക്കിയുണ്ടായിരുന്നു. ഏകദേശം ഒരു 3 മാസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ അവസാനമായിട്ട് ഈ ഒരു കാസർഗോഡ് റീച്ചിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കണ്ടങ്ങൾ ഫുൾ പണികൾ കലാസ് ഹേ. മാർക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴാണ് റോഡിൻ്റെ മൊഞ്ച് ഇങ്ങോട്ട് കിട്ടുന്നുള്ളൂ. ഫുട് ഓവർ ബ്രിഡ്ജിന് ആ നീല കളർ കൊടുത്തുകൊണ്ട് ഒന്നും കൂടി മൊഞ്ച് എടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ മേൽപ്പാലത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒറ്റത്തൂണിൽ 6 വരി മേൽപ്പാലം ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ. വെറുതെ അങ്ങോട്ട് തള്ളുക, എന്തൊക്കെയാണ് പറയുന്നത് സുഹൃത്തുക്കളെ. ഒറ്റത്തൂണിൽ 6 വരി മേൽപ്പാലത്തിൽ പല സ്ഥലത്തും പ്രീകാസ്റ്റഡ് സിഗ്മെൻ്റ് ആണ് ഉപയോഗിക്കാറുള്ളത്. നമ്മൾ ബംഗളൂരു ചെന്നൈ എക്സ്പ്രസ് വേയിലും ഇതേപോലെ ഒറ്റത്തൂണിൽ 6 വരി പാലുണ്ട് കേട്ടോ. അവിടെയൊക്കെ പ്രീകാസ്റ്റഡ് സിഗ്മെൻ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതേപോലെ നമ്മുടെ അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേ, ഇന്ത്യയിലെ ഏറ്റവും വലിയ എലിവേറ്റഡ് ഹൈവേ ആയി മാറാൻ പോകുന്ന 12.75 കിലോമീറ്റർ നീളമുള്ള അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേ, അതിലും ഒറ്റ തൂണാണ് വന്നിട്ടുള്ളത്. പക്ഷെ അവിടെ ഹാങ്ങിങ് ബ്രിഡ്ജാണ് വരുന്നത്. ഹാങ്ങിങ് ബ്രിഡ്ജ് കേൾക്കുമ്പോൾ പേരായിട്ട് തോന്നുന്നില്ലേ? ഹാങ്ങിങ്. അതിൻ്റെ അടിയിൽ നിന്ന് മേപ്പോട്ട് നോക്കുമ്പോൾ 2 വെട്ടുകല്ല് വെച്ച് അതിൻ്റെ മുകളിൽ ആ ഒരു ഗർഡർ വെച്ചതുപോലെ നമുക്ക് തോന്നും. അതാണ് ഹാങ്ങിങ്, ആ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ്. പക്ഷേ അതിലൊരു എൻജിനീയറിങ് മഹാത്ഭുതം ഒളിച്ചു കിടക്കുന്നുണ്ട്. അതിൻ്റെ ആ ഭാഗത്തെ വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞുതരാം. ഒരു വട്ടം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും പാലത്തിൻ്റെ പണി നല്ല വേഗത്തിലാണ് കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ ഒരു കാസർഗോഡ് ന്യൂ ബസ് സ്റ്റാൻഡിൻ്റെ, അതായത് ഈ കാസർഗോഡ് ടൗണിൽ പ്രീകാസ്റ്റഡ് സിഗ്മെൻ്റൊക്കെ വെച്ച് ഉയർത്തുകയെന്നുണ്ടെങ്കിൽ നല്ല സ്ഥലവും വേണം. അതേപോലെ പ്രീകാസ്റ്റഡ് സിഗ്മെൻറ്റ് കാസ്റ്റിംഗ് നടത്താൻ തന്നെ ഏക്കർ കണക്കിന് സ്ഥലം വേണം. അപ്പോൾ അത്രയും സ്ഥല സൗകര്യം ഉണ്ടെങ്കിൽ മാത്രമേ സിഗ്മെൻറ്റ് ഉപയോഗിച്ച് ഇതേപോലെ ഒറ്റത്തൂണിൽ 6 വരി മേൽപ്പാലം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു ബോക്സ് ഗർഡർ ഈ ഒരു പിയറിൻ്റെ ഇടയിലുള്ള ആ സ്പാനിനിടയിൽ വെച്ച് തന്നെ കാസ്റ്റ് ചെയ്യുകയാണ്. ഏതായാലും കാസർഗോഡ് ജില്ലയിലെ പണികൾ ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പം മെയിൻ കാരേജിൻ്റെ ലൈൻ മാർക്കിങ് കാര്യങ്ങളും സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം സെറ്റ്. കണ്ട മലപ്പുറത്തുണ്ടെങ്കിൽ ലൈറ്റിൻ്റെ പണികളൊക്കെ തുടങ്ങി. അപ്പം മലപ്പുറം കോഴിക്കോട് ബൈപ്പാസ്, മലപ്പുറം ജില്ലയിലെ 1ാമത്തെ റീച്ച്, 2ാമത്തെ റീച്ച് കാസർഗോഡ് ജില്ലയിലെ 1ാമത്തെ റീച്ച് ഗതാഗതത്തിന് വേണ്ടി ഉടനെ തന്നെ തുറന്നു കൊടുക്കുന്നതായിരിക്കും. പണി കഴിഞ്ഞ ഭാഗങ്ങളൊക്കെ തുറന്നു കൊടുത്തിട്ടുണ്ട്. എന്നാലും പൂർണ്ണമായിട്ട്, അതായത് തടസ്സമില്ലാതെ 6 വരിയിലൂടെ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് പോകുന്ന ഒരു സുഖമുണ്ടല്ലോ, അത് നമുക്ക് ഉടനെ കിട്ടുന്നതാണ്. കാസർഗോഡ് ജില്ലയിലെ 1ാമത്തെ റീച്ച്, മലപ്പുറം ജില്ലയിലെ 1ാമത്തെ റീച്ച്, 2ാമത്തെ റീച്ച് കുറച്ചൊരു താമസം ഉണ്ടാകും. ഏതായാലും സുഹൃത്തുക്കളെ സംഭവം സെറ്റ്. ഒരുപാട് നാളത്തെ മലയാളികളുടെ ആഗ്രഹമായിരുന്നു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു റൈഡ് പോകുക എന്നുള്ളത്. ഏതായാലും സഫലമാകാൻ പോവുകയാണ്. പണികൾ ഏകദേശം ഈ ഞാൻ പറഞ്ഞ 4 റീച്ചിലും ഏകദേശം അവസാന ഘട്ടത്തിലാണ്. എന്തായാലും ഉടനെ തന്നെ പണി കഴിഞ്ഞ ഭാഗങ്ങളൊക്കെ ഗതാഗതത്തിന് തുറന്നു കൊടുക്കുന്നതായി. കാസർഗോഡ് 1ാമത്തെ റീച്ചിൽ ഇനി കുറഞ്ഞ ഭാഗത്ത് മാത്രം ലൈൻ മാർക്കിങ്ങും അതേപോലെ സൈൻ ബോർഡിൻ്റെ പണികൾ ബാക്കിയുണ്ട്. അതുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും പണികൾ കഴിഞ്ഞിട്ടുണ്ടാകും. ഏതായാലും ലൈൻ മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വിശദമായിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ, ഇതാണ് കാസർഗോഡ് മേൽപ്പാലത്തിൻ്റെ ഏറ്റവും പുതിയ വിശേഷം. കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ PWD മിനിസ്റ്റർ ഈ ഒരു പാലം സന്ദർശിക്കുകയുണ്ടായി. ഇതൊക്കെയാണ് ഫുൾ മലയാളികൾ കേട്ടോ. അതായത് ഈ ഊരാളുങ്കലിൻ്റെ എഞ്ചിനീയർമാരും അതേപോലെ സ്റ്റാഫുകൾ എല്ലാവരും ഏറെക്കുറെ മലയാളികളാണ്. അപ്പം മലയാളികളായിട്ടുള്ള നമുക്ക് അഭിമാനിക്കാവുന്നൊരു പാലമാണ് ഈ കാണുന്നത് കേട്ടോ. ഫുൾ മലയാളി ടെക്നോളജി, മലയാളി എഞ്ചിനീയേഴ്സ്. അപ്പോൾ കേരളത്തിൻ്റെ സ്വന്തം കമ്പനിയായിട്ടുള്ള ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് ഇനിയും ഇതേപോലത്തെ ഹെവി പ്രോജക്റ്റുകൾ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. ഇഷ്ടപ്പെട്ടിക്കാതുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചേക്കേണ്ടി. ഇതേപോലത്തെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തേക്കും. അഭിപ്രായങ്ങൾ എഴുതാൻ മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു അഗൈൻ. ജയ് ഹിന്ദ്.